ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു നെയ്യപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പമാണ്. ഇത് നല്ലോണം കഴുകി അരിച്ച് 2 മണിക്കൂർ പൊതിർത്ത ഗോതമ്പായിരുന്നു. ഇത് വലിയൊരു കപ്പ് നിറയെ എടുത്തതാണ്. ഇത് പൊതിർത്തിട്ടാണ് ഉള്ളത്. ഈ പൊതിർത്ത ഗോതമ്പ് മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കണം. ഞാൻ അരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ മിക്സിയിൽ അടിച്ചിട്ടുള്ള ഗോതമ്പാണ്. മിക്സിയിൽ നിന്ന് നല്ലോണം അരച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണിത്. ഇതാ ഈ കൺസിസ്റ്റൻസി വേണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 2-3 ഏലക്കായ് കൂടി അടിച്ചിട്ടുണ്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് അത്. ഇതിൻ്റെ 2 സ്പൂൺ തരി അല്ലെങ്കിൽ റവ, 2 സ്പൂൺ റവ, പിന്നെ ഒരു 2 സ്പൂൺ നമ്മൾ പത്തിരിപ്പൊടിയോ നൂൽപുട്ടിൻ്റെ പൊടിയോ ആയാലും ഒരു 2 സ്പൂൺ അരിപ്പൊടി, നൂൽപുട്ടിൻ്റെ അരിപ്പൊടി 2 സ്പൂൺ. ഇത് നന്നായിട്ട് ഇളക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 6 ആണി വെല്ലം ഉരുക്കിയിട്ടുള്ള ഒരു വെല്ലത്തിൻ്റെ പാവ്, വെല്ലപ്പാവ് അല്ലെങ്കിൽ ശർക്കര സിറപ്പ് അരിച്ച് വെച്ചിട്ടുള്ള പാവ്. ഇത് ചൂടോടുകൂടി തന്നെ ഇതിൽ എല്ലാം ഒന്നായിട്ട് ഒഴിക്കറ്, കുറേശ്ശായിട്ട് ഒഴിച്ച് ഇളക്കുക. നല്ല ചൂടിൽ തന്നെ ഇത് ഒഴിക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ലവണ്ണം ഇളക്കണം. ഇത് എല്ലാം കൂടി ഇതിൽ ഒഴിച്ച് മധുരാനുസരണം വേണ്ടിക്കാൻ ജാസ്തിയാക്കാം, കുറക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. അത് അവനവൻ്റെ ഇഷ്ടം പോലെ. മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ മധുരം നല്ലോണം വെക്കുക. പക്ഷെ കൂടിപ്പോയാൽ നെയ്യപ്പം വരില്ല. ഇതൊരു ഇതാണ്. ഇത് നെയ്യപ്പം അരി കൊണ്ടുണ്ടാക്കുന്നതുമായി തന്നെ ഉണ്ടാവും. ടേസ്റ്റൊക്കെ നല്ല രസമുണ്ടാവും. വലിയ മെനക്കെടൊന്നും ഇല്ലാണ്ടുള്ള ഒരു. പക്ഷെ ഗോതമ്പ് നന്നായിട്ട് കഴുകണം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്കല്ലേ, അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇതാണ് ഇതിൻ്റെ. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി അത് നല്ല പരുവത്തിൽ കട്ടയൊന്നും ഇല്ലാതെ കൊണ്ട് നന്നായിട്ട് ഇളക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് ഇനി ചൂടാൻ നോക്കണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അതിന് കുറച്ച് ഇത് അപ്പം മുങ്ങാൻ തരപ്പെട്ടിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണയല്ല, ഓയിലാണ്. ഇത് നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. ഒരു 1/4 സ്പൂണിൻ്റെ മേലെ അപ്പക്കാരം ഇതിലിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ചുടാൻ നോക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഇതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മധുരം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ശർക്കര ഇടുകയോ അല്ലെങ്കിൽ വെല്ലം ഇടുകയോ പഞ്ചസാര ഇടുകയോ എന്തും ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. ഒരു നുള്ളു ഉപ്പിട്ടിരിക്കുന്നു. മധുരമുള്ള സാധനം എന്തുണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പിടുന്നത് മധുരം മുൻകൂട്ടി നിൽക്കും. നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ ഒഴിക്കുക. നല്ല കുഴിയുള്ള ചീനിച്ചട്ടി എടുത്താൽ നന്നായിട്ട് ഷേപ്പിൽ വരും. ഇതിങ്ങനെ എണ്ണ ഇതിൽ കോരി ഒഴിക്കുക വെച്ചാൽ നന്നായി പൊന്തി വരും.
നല്ലോണം തിരിച്ച് മറിച്ചിട്ടിട്ട് സിമ്മിൽ വെക്കണം, എന്നാലേ ഉള്ളു വേവുള്ളൂ. പിന്നെ വേഗം ബ്രൗൺ നിറായി കളയണം, അപ്പോൾ ഉള്ളു വേവില്ല. കോരിയെടുക്കാം. നല്ലോണം വെളിച്ചെണ്ണ വാർന്നിട്ട് വേറെ എടുത്ത് വെക്കുക. ഇത് ഇങ്ങനെ ഓരോന്നായിട്ടിട്ടിട്ട് എടുക്കുക. നന്നായിട്ട് സ്പൂണിനെ കൊണ്ട് എണ്ണ കോരി വയ്ക്കുക വെച്ചാൽ നല്ല പൊന്തി വരും. എണ്ണ അപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ട്, ഇത് അരി കൊണ്ടാണോ അല്ലെങ്കിൽ ഗോതമ്പത്തിൻ്റെ നുറുക്ക് ഗോതമ്പാണോ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇതിലും നല്ല കുഴിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നല്ല കുഴിഞ്ഞ് നല്ല ഷേപ്പിൽ വരും. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് അരി കൊണ്ട് ചെയ്തതാണോ ഗോതമ്പ് നുറുക്കൊണ്ട് ചെയ്തതാണോ ഒന്നും മനസ്സിലാവില്ല. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്കെല്ലാം ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. മോശമൊന്നുമില്ല. നല്ല ഗോതമ്പ് നുറുക്കാമെന്ന് പറഞ്ഞാലേ ആരും അറിയും, അല്ലെങ്കിൽ ആരും അറിയില്ല. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. മാത്രം ഞാൻ നെക്സ്റ്റ് വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവരും സ്റ്റേ അറ്റ് ഹോം ഹാപ്പിലി.